CPM സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ പ്രഖ്യാപിച്ചു. 89 അംഗ സംസ്ഥാന കമ്മിറ്റിയിൽ 17 പേർ പുതുമുഖങ്ങളാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജ് സംസ്ഥാന സമിതിയിൽ പ്രത്യേക ക്ഷണിതാവാകും. ഈ വർഷം 75 വയസ്സ് തികയുന്ന EP ജയരാജനും TP രാമകൃഷ്ണനും കമ്മിറ്റിയിൽ തുടരും. 17 അംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ MV ജയരാജൻ, CN മോഹനൻ ഒപ്പം KK ശൈലജയും പുതുമുഖങ്ങളാകും. CPM സംസ്ഥാന സെക്രട്ടറിയായി MV ഗോവിന്ദൻ തുടരും. എറണാകുളം, കണ്ണൂർ, കോട്ടയം ജില്ലകളിൽ സെക്രട്ടറിമാർ മാറും. CK വിജയൻ കൊല്ലത്ത് നിന്ന് സമ്മേളന നഗരിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. CK, ഒരു പുതുമുഖത്തെ തന്നെ, ഒരു യുവ നേതൃനിരയെ തന്നെ വനിതാ പ്രാതിനിധ്യം ഉൾപ്പെടെ ഉറപ്പാക്കിക്കൊണ്ട് CPM മുന്നോട്ട് തെരഞ്ഞെടുക്കപ്പെടുകയാണ്. എങ്ങനെയാണ് പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ, ഒഴിവാക്കപ്പെട്ടവർ, വിവരങ്ങൾ? തീർച്ചയായും CPM അതിന്റെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ സമ്മേളനം പൂർത്തിയാക്കുമ്പോൾ അതിനകത്ത് ഒട്ടേറെ പുതുമകൾ നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ത്രീകൾക്കും യുവാക്കൾക്കുമുള്ള പങ്കാളിത്തമാണ്. ആ പങ്കാളിത്തം പാർട്ടിയെയും സംഘടനയെയും ഒരുപോലെ യുവത്വമാർന്നതാക്കും എന്നാണ് പാർട്ടി സെക്രട്ടറിയുടെ വിലയിരുത്തൽ. ആ രീതിയിൽ വരുന്ന ഒരു തലമുറകൾക്ക് അല്ലെങ്കിൽ പുതിയ തലമുറകൾക്ക് സ്വീകാര്യമായതും പ്രാപ്യമായതും അതുപോലെ തന്നെ അവരുടെ മനസ്സും അവരുടെ താല്പര്യങ്ങളും അറിയുന്നതുമായ ഒരു കമ്മിറ്റി കൂടിയാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അങ്ങേയറ്റം പരിചയസമ്പന്നരായ വലിയൊരു നിരയും അതിനെ ഉൾക്കൊള്ളുന്നു. ആ രീതിയിൽ നോക്കുമ്പോൾ CPMന്റെ സംസ്ഥാന സമിതി അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റിനെല്ലാം തന്നെ വലിയ രീതിയിൽ യുവാക്കളെയും സ്ത്രീകളെയും ഉൾക്കൊള്ളുന്നതാണ് എന്ന് തന്നെ പറയാം. അത് മറ്റൊരു സംഘടനക്കും ഇന്ന് കേരളത്തിൽ അവകാശപ്പെടാൻ കഴിയാത്ത അത്രയും വലിയ ജനാധിപത്യ രീതിയിൽ, സംഘടനാ രീതിയിൽ ആണ് തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നതും CPMനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒന്ന് തന്നെയായിരിക്കും. തീർച്ചയായിട്ടും ഒരു പുതിയ നേതൃനിരയെ തെരഞ്ഞെടുക്കപ്പെടുകയാണ്. പാർട്ടി ആ തരത്തിൽ മുന്നോട്ട്, അതായത് പുതിയ യുവാക്കളിലേക്ക് കൂടി ഇതിന്റെ ഉത്തരവാദിത്വം, ചുമതലകൾ ഏൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. CK വിജയനാണ് സമ്മേളന നഗരിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്.